യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, മരണത്തെക്കുറിച്ച് ഒത്തിരിയധികം ചിന്തകന്മാർ ഒത്തിരിയധികം കാര്യങ്ങൾ നമ്മോട് പറഞ്ഞു വച്ചിട്ടുണ്ട്. എന്നാൽ ലോകം മരണത്തോടെ എല്ലാം അവസാനിച്ചു എന്ന് ചിന്തിക്കുമ്പോൾ ക്രൈസ്തവ വിശ്വാസം നമ്മെ അനുസ്മരിപ്പിക്കുന്നത് മരണത്തോടെ എല്ലാം അവസാനിച്ചു എന്നല്ല, മരണത്തോടെ പുതുതായി എല്ലാം ആരംഭിച്ചു എന്നുള്ളതാണ്. അതാണ് വിശുദ്ധ പാദ്രി പിയോ ഇപ്രകാരം പറഞ്ഞു വെച്ചത്: എൻ്റെ മരണത്തിനപ്പുറമായിരിക്കും ഞാൻ ഈ ഭൂമിയിലുണ്ടായിരുന്നതിനേക്കാൾ അനേകം കാര്യങ്ങൾ ഈ ഭൂമിയിലുള്ളവർക്ക് വേണ്ടി ഞാൻ ചെയ്യുക എന്ന് പറയുമ്പോൾ, മരണത്തിനപ്പുറവും നമുക്കൊരു ജീവിതമുണ്ടെന്നും ആ ജീവിതത്തോടെ ഒത്തിരിയധികം കാര്യങ്ങൾ സ്വർഗത്തിനും ഭൂമിക്കും വേണ്ടി ചെയ്യുവാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ ചിന്ത നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ്. ക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ച് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 41-42 വാക്യങ്ങളിൽ പറഞ്ഞു വയ്ക്കുന്നത് ഇപ്രകാരമാണ്: അവൻ ക്രൂശിക്കപ്പെട്ട സ്ഥലത്ത് ഒരു തോട്ടമുണ്ടായിരുന്നു. ആ തോട്ടത്തിൽ അതുവരെ ആരെയും സംസ്കരിച്ചിട്ടില്ലാത്ത ഒരു കല്ലറയുണ്ടായിരുന്നു. ആ കല്ലറയിലാണ് യേശുവിനെ അവർ സംസ്കരിച്ചു എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ സംസ്കരിച്ചത് തോട്ടത്തിൻ്റെ നടുവിലുള്ള കല്ലറയിലാണ്. യഥാർത്ഥത്തിൽ തോട്ടത്തിൽ നാം ചെടികൾ വച്ച് പിടിപ്പിക്കുന്നതും വിത്ത് പാകുന്നതുമൊക്കെ ആ ചെടിയും ആ വിത്തും അവിടെ കിടന്ന് നശിച്ചു പോകുവാൻ വേണ്ടിയല്ല, മറിച്ച് അത് വളർന്ന് വലുതായി ഒത്തിരിയധികം ഫലം പുറപ്പെടുവിക്കുവാൻ വേണ്ടിയാണ്. അതുപോലെയാണ് യഥാർത്ഥത്തിൽ തോട്ടത്തിൻ്റെ നടുവിലെ കല്ലറയിൽ യേശുവിനെ സംസ്കരിച്ചു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അവിടെ സംസ്കരിക്കപ്പെട്ട ആ ശരീരം അവിടെ കിടന്ന് നശിക്കുവാൻ വേണ്ടിയല്ല, മറിച്ച് ആ ശരീരം അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ഒത്തിരിയധികം ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, അതുപോലെ തന്നെയാണ് ക്രിസ്തുവിൽ മരിക്കുന്ന നാം എല്ലാവരെയും സംസ്കരിക്കുമ്പോൾ നമ്മുടെയൊക്കെ ശരീരങ്ങൾ അവിടെ കിടന്ന് നശിച്ചു പോകുവാൻ വേണ്ടിയല്ല, മറിച്ച് അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റ് അനേകം ഫലം പുറപ്പെടുവിക്കുവാൻ വേണ്ടിയുള്ള ഒരു വലിയ ജീവിതത്തിലേക്ക്, അതായത് നിത്യജീവിതത്തിലേക്കുള്ള ഒരു വിളിയാണ് മരണം. അതുകൊണ്ടാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യ ഇപ്രകാരം പറഞ്ഞു വെച്ചത്: ഞാൻ മരിക്കുകയില്ല, മറിച്ച് ആയുസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. ഇനി മുതലാണ് എനിക്ക് സ്വർഗത്തിൽ നിന്ന് ഒത്തിരിയധികം കാര്യങ്ങൾ ഈ ഭൂമിക്ക് വേണ്ടി ചെയ്യുവാൻ സാധിക്കുന്നത്. ആയതിനാൽ പ്രിയമുള്ളവരെ, മരണത്തോടെ എല്ലാം അവസാനിച്ചു എന്നല്ല, മരണത്തോടെ എല്ലാം പുതുതായി ചെയ്യുവാനുള്ള ഒരു പുതിയ ജീവിതം ആരംഭിച്ചു എന്നുള്ളതാണ്. ആ ജീവിതം കൊണ്ട് നാം ഈ ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്തതിനേക്കാൾ അധികം കാര്യങ്ങൾ സ്വർഗത്തിന് വേണ്ടിയും ഭൂമിക്ക് വേണ്ടിയും നമുക്ക് ചെയ്യുവാൻ സാധിക്കും. ആ ജീവിതത്തിലേക്കുള്ള വിളിയാണ് മരണം. ആയതിനാൽ നമുക്ക് പ്രതീക്ഷയോടെ ഈ മരണത്തെ സ്വീകരിക്കാം. വിശുദ്ധ ഫ്രാൻസിസ് അസീസി മരണത്തെ അഭിസംബോധന ചെയ്യുന്നത് പോലെ സോദരി മരണമേ എന്ന് നമുക്കും പ്രാർത്ഥിച്ചുകൊണ്ട് മരണത്തെ സ്വീകരിക്കാം, പ്രതീക്ഷയോടുകൂടെ ജീവിക്കാം. ആമേൻ.